ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട വൈദേകം റിസോർട്ട് വിഷയം CPIM സംസ്ഥാന സമിതിയിൽ വീണ്ടും ഉന്നയിച്ച പി. ജയരാജൻ പരാതി എഴുതി നൽകണമെന്നാണ് സെക്രട്ടറി ആവശ്യപ്പെട്ടത്. പരാതി എഴുതി നൽകിയിട്ട് എന്തുണ്ടായി എന്ന് പി. ജയരാജൻ ചോദിച്ചു. വിഷയം പരിശോധിച്ച് വരികയാണെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ മറുപടി. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഈ വൈദേകം ഇപ്പോൾ പൊക്കിയെടുക്കാൻ കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. SKN, ഗുഡ് മോർണിംഗ്. വൈദേകം ഇപ്പോൾ പൊക്കിയെടുക്കാനുള്ള കാരണം എന്താണെന്നത് അജ്ഞാതമാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന CPIMന്റെ സംസ്ഥാന സമിതി യോഗത്തിലാണ് പി. ജയരാജൻ പൊതുചർച്ചയ്ക്കിടെ ഈ വിഷയം വീണ്ടും ഉന്നയിക്കുന്നത്. സംസ്ഥാന സമിതിയിൽ ആകെ ഒരു അമ്പരപ്പുണ്ടാക്കിയ ഒരു ഇടപെടലായിരുന്നു പി. ജയരാജൻ്റെതെന്നാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലായത്. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം ആദ്യം ഉന്നയിക്കുന്നത് 2022 നവംബർ അവസാനം ചേർന്ന CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയിലാണ്. അന്ന് തെറ്റുതിരുത്തൽ രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് പി. ജയരാജൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പോൾ അത് വീണ്ടും ഉന്നയിക്കുന്നു. അന്ന് താൻ ആരോപണം സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചപ്പോൾ തന്നോട് എഴുതി നൽകാനാണ് സെക്രട്ടറി ആവശ്യപ്പെട്ടത്. താനത് എഴുതി നൽകി. എന്നിട്ട് എന്തായി എന്ന ചോദ്യമാണ് CPIMന്റെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചത്. എന്തായാലും CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഇതിന് മറുപടി നൽകി. പരാതി പരിശോധിച്ച് വരികയാണ്, ഗൗരവമായി തന്നെ പരിശോധിക്കുന്നു. അല്പം കാലതാമസമുണ്ടായി എന്നത് ശരിവെക്കുന്നു. എന്നാൽ ഈ കാര്യത്തിൽ ഈ പരിശോധന നിർത്തിയിട്ടില്ല. പരിശോധന ഗൗരവമായി തന്നെ തുടരുന്നു എന്ന മറുപടിയാണ് MP ഗോവിന്ദൻ നൽകിയത്. കണ്ണൂരിലെ CPIM രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ചേരിതിരിവുകളുടെ ഫലമാണ് ഈ ആരോപണം വീണ്ടും ഉയർത്താനുള്ള എന്നാണ് പൊതുവെ ഉയരുന്ന വിലയിരുത്തൽ. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.